ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെള്ളയപ്പമാണ്. വെള്ളയപ്പം ഉണ്ടാക്കാൻ ഒരുപാട് പേർക്ക് അറിയുമായിരിക്കും. എങ്കിലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല പൂവ് പോലെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വെള്ളയപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ വെള്ളയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് പച്ചരിയാണ്. ഈ 1.5 കപ്പ് പച്ചരി വെള്ളത്തിലിട്ട് 3 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്തതിന് ശേഷം നല്ല വൃത്തിയിൽ കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നമ്മളിത് കുതിർത്തുന്നതിന് മുന്നെയാണ് കേട്ടോ 1.5 കപ്പ്. അപ്പോൾ 1.5 കപ്പ് അരിക്ക് വേണ്ടിയിട്ടുള്ള മറ്റുള്ള ചേരുവകളൊക്കെ നമുക്ക് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഇത് പൊങ്ങി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഈസ്റ്റ് ഒന്ന് പൊങ്ങാൻ വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വരെ ഈസ്റ്റ് ചേർക്കുകയാണ്. ഇതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. 1/2 കപ്പ് വരെ ഇളം ചൂടുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്കിവിടെ അടച്ചു വെക്കാം. ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടും. ആ സമയം കൊണ്ട് നമുക്ക് അരിയിലുള്ള മറ്റു ചേരുവകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ പച്ചരിയിലേക്ക് 1.5 കപ്പ് പച്ചരിയിലേക്ക് നമുക്ക് 3/4 കപ്പ് ചോറ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 കപ്പ് വരെ തേങ്ങ ചിരകിയത് ചേർക്കാം. ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും പകുതി നമുക്ക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് മുഴുവൻ ഒരുമിച്ച് അരച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് 2 പ്രാവശ്യമായിട്ട് ഞാൻ അരച്ചെടുക്കാൻ പോവാണ്. പകുതി മിക്സിയിലേക്ക് ഇട്ടതിന് ശേഷം ഈ അരി മുങ്ങിക്കെടുക്കാൻ പാകത്തിലുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം കൂടുതൽ ഒഴിക്കേണ്ട. ഇത് മുങ്ങിക്കെടുക്കാൻ പാകത്തിലുള്ള വെള്ളം മാത്രം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ട് അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നമുക്കൊരു വലിയ ബൗളിലേക്ക് മാറ്റാം. കാരണം നമുക്ക് ഈ മാവ് പൊങ്ങാൻ വെക്കാനുള്ളതാണ്. അതുകൊണ്ട് ഒരല്പം വലിയ ബൗൾ എടുക്കുക. ബാക്കിയുള്ള അരിയും കൂടി നമുക്കിതുപോലെ അരച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, എങ്കിലേ അപ്പം നന്നാവുള്ളൂ. നന്നായിട്ട് അരച്ചതിന് ശേഷം ഇതും ഈ ബൗളിലേക്ക് ആദ്യം അരച്ച അരിയുടെ കൂടെ ഒഴിച്ചു കൊടുക്കാം. അരി അരച്ച മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ട് അതും ഈ അരിയിലേക്ക് ഒഴിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതും ഈ അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 1/4 കപ്പ് വരെ തേങ്ങാവെള്ളമാണ്. തേങ്ങാവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്പത്തിനൊരു പ്രത്യേക രുചിയും അതുപോലെ നന്നായിട്ട് പൊങ്ങിക്കിട്ടാനും ഒക്കെ സഹായിക്കും. അപ്പോൾ നമ്മൾ എന്തായാലും തേങ്ങ ഇതിൽ ചേർക്കുമല്ലോ. അപ്പോൾ ആ തേങ്ങയുടെ വെള്ളം ഇതുപോലെ എടുത്ത് വെച്ചിട്ട് ഈ മാവിലേക്ക് ചേർത്താൽ മതി. ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പൊക്കെ ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാനിന്ന് എടുത്ത തേങ്ങയിൽ എനിക്ക് ഇത്രയും വെള്ളം കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഒരു 1/2 കപ്പ് വരെ അല്ലെങ്കിൽ 1 കപ്പ് വരെയൊക്കെ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ആ തേങ്ങാവെള്ളത്തിൽ തന്നെ അരി അരച്ചെടുത്താലും മതിയാവും. ആദ്യം അരി അരച്ചിട്ട് 1 കപ്പൊക്കെ വെള്ളം ചേർക്കാമെന്ന് പറയുമ്പോൾ മാവ് ലൂസായി പോവും. അപ്പോൾ 1 കപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അരി അരക്കുന്ന സമയത്ത് വെള്ളത്തിന് പകരം അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഈ 1/4 കപ്പ് തേങ്ങാവെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ തേങ്ങാവെള്ളം ഇല്ലയെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, ചേർക്കാതെയും നമ്മൾ അപ്പം ഉണ്ടാക്കാറുണ്ടല്ലോ. പക്ഷേ ഉണ്ടെങ്കിൽ എന്തായാലും ചേർത്ത് കൊടുക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ മാവ് ഇവിടെ അടച്ച് വെക്കാം. എന്നിട്ടൊരു 3 മണിക്കൂർ മാക്സിമം ഒരു 4 മണിക്കൂർ മതിയാവും ഇത് നന്നായിട്ട് പൊങ്ങി കിട്ടാൻ. ഈസ്റ്റ് ചേർക്കുന്നതുകൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് തന്നെ പൊങ്ങി കിട്ടും. അതുകൊണ്ട് ഒരു 3 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഞാനിതിവിടെ അടച്ച് വെച്ചിരിക്കുകയാണ്. മാവ് പൊങ്ങാൻ വെച്ചിട്ട് 3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്ന് നോക്കാം. മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈസ്റ്റും തേങ്ങാവെള്ളവും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ മാവ് നന്നായിട്ട് പൊങ്ങി കിട്ടിയിട്ടുണ്ട്. ഒന്നുകൂടി മാവ് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കാസ്റ്റ് അയൺ പാനാണ്. അപ്പോൾ ഈ പാൻ ഞാൻ മുന്നേ ദോശയുടെയൊക്കെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഇത് എവിടെ കിട്ടാമെന്നൊക്കെ. ഞാനിത് അബുദാബിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. പീജിയൻ എന്നാണ് ഇതിൻ്റെ ബ്രാൻഡ് നെയിം. അപ്പോൾ ഇത് നാട്ടിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ ഓണത്തിൻ്റെ സമയത്തൊക്കെ അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ സമയത്തൊക്കെ ഞാനിത് ഷോപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു. പീജിയൻ്റെ ഈ പാൻ നാട്ടിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നാട്ടിലെ വില എനിക്കറിയില്ല കേട്ടോ, ഞാൻ നോക്കാൻ മറന്നുപോയിരുന്നു. അപ്പോൾ ഇത് നല്ലൊരു പാനാണ്. കാസ്റ്റ് അയണിൻ്റെ നല്ല ദോശ ഉണ്ടാക്കാനും ഇതുപോലെ അപ്പം ഉണ്ടാക്കാനൊക്കെ പറ്റിയൊരു നല്ല പാനാണ്.
അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോൺ സ്റ്റിക്ക് പാനിലോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പൊതുവേ ഉണ്ടാകുന്ന ഇരുമ്പിൻ്റെ ഓടുണ്ടല്ലോ അതിൽ വെച്ചിട്ടൊക്കെ ഈ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഈ പാൻ കുറേ പേര് ചോദിച്ചുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് സാധാരണ ഇരുമ്പ് ചീനച്ചട്ടിയിൽ പോലും ഈ അപ്പം നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 സ്പൂൺ മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. പരത്തി കൊടുക്കൊന്നും വേണ്ട, ഇതുപോലെ ഒന്ന് ഒഴിച്ചാൽ മാത്രം മതി. എന്നിട്ട് മാവ് ഒഴിച്ച ഉടനെ നമുക്കിത് അടച്ചു വെക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാൻ ഈ അപ്പം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഫ്ലെയിം കുറച്ച് കഴിഞ്ഞാൽ അപ്പം നന്നാവില്ല. അതുകൊണ്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മുടെ അപ്പം ഒരു ഭാഗം വേവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളയപ്പം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് പൊതുവേ നമ്മുടെ സാധാരണ ഉഴുന്ന് ദോശയേക്കാളും കുറച്ചധികം സമയം എടുക്കാറുണ്ട്. ഉഴുന്ന് ദോശ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ഇത് നമുക്ക് തുറന്ന് നോക്കാം. വെള്ളയപ്പത്തിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല മൊരിഞ്ഞിട്ടാണ് കിട്ടേണ്ടെങ്കിൽ കുറച്ചധികം സമയം വെക്കുക. അല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് മൊരിയാതെ എടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുത്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ മറ്റേ വശവും കൂടി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് കണ്ടില്ലേ, അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന അപ്പമാണ്. ഇതിൽ നിറയെ ഹോള് കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് നന്നായിട്ടില്ലെങ്കിൽ ഇതുപോലെ ഹോള് കിട്ടില്ല. നമ്മുടെ വെള്ളയപ്പം നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് മുഴുവൻ വെള്ളയപ്പവും നമുക്ക് ഇതുപോലെ ചുട്ടെടുക്കാം. അങ്ങനെ കുറച്ച് വെള്ളയപ്പം ഞാനിവിടെ ചുട്ടെടുത്തൊരു പ്ലേറ്റിലേക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ വെള്ളയപ്പം റെഡി ആയി കഴിഞ്ഞു. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഈ വെള്ളയപ്പം ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വെള്ളയപ്പത്തിന് ഒരു ചട്നി, തേങ്ങാ ചട്നിയോ ഒക്കെ മാത്രം മതിയാവും കഴിക്കാൻ. പിന്നെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കുശാലായിട്ട് കഴിക്കാം. നമ്മുടെ പെപ്പർ ചിക്കനൊക്കെ ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് വെള്ളയപ്പത്തിൻ്റെ കൂടെ. ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് വെള്ളയപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ രാവിലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെങ്കിൽ തലേന്ന് രാത്രി അരച്ച് വെച്ചിട്ട്, ഞാൻ തലേന്ന് തന്നെ ഈസ്റ്റ് ഇട്ടിട്ടാണ് വെക്കാറ്. ചില ആളുകളൊക്കെ ഈസ്റ്റ് ഇടുകയാണെങ്കിൽ പിറ്റേന്ന് രാവിലെ ഇടുന്നത് കാണാം. പക്ഷേ ഞാൻ തലേ ദിവസം തന്നെ രാത്രി കിടക്കാനാകുന്ന സമയത്ത് അരച്ച് വെക്കുമ്പോൾ തന്നെ ഈസ്റ്റ് ഇട്ട് കൊടുക്കും. അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് പൊങ്ങി കിട്ടും. വെള്ളയപ്പത്തിൻ്റെ ബാക്കി മാവ് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. നമുക്കൊരു 4-5 ദിവസം വരെയൊക്കെ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് പിന്നെയും വെള്ളയപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്